ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, അങ്ങനെ ബർത്ത്ഡേ ആയതുകൊണ്ട് പ്രത്യേകിച്ചൊരു പ്ലാനിങ് ഇല്ലാണ്ട് ഞങ്ങളൊരു പ്ലാനിങ് അങ്ങ് ഇട്ടു. നേരെ അങ്ങ് ലുലുവിലേക്ക് പോയാലോ എന്ന്. അല്ല, അതങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ നമ്മുടെ കൊച്ചിക്കാരുടെ സ്വന്തം ലുലുവിൽ ഞങ്ങൾ മെട്രോയിൽ അങ്ങ് കയറി എത്തി. ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ പറയത്തക്ക തിരക്കുകളും കാര്യങ്ങളൊന്നും വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളൊരു ഉച്ച നേരമായി കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ പോയത്. അങ്ങനെ നമ്മൾ ചെന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ നല്ല രസമായിട്ട് നല്ല അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊച്ചി പഴയ കൊച്ചി തന്നെയാണ്, ബിലാൽ പഴയ ബിലാലല്ല, അങ്ങനെ എന്തോ അല്ല ഡയലോഗ്. അതുപോലെയായിരുന്നു ബേബിച്ചിയുടെ കാര്യം. ബേബിച്ചി ഇപ്പം ഇത്തിരി വലുതായത് കാരണം കൊണ്ട് കാണാനും ഇതൊക്കെ വലിച്ചു പറിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾ നേരെ താഴത്തേക്ക് പോയി. ഈ താഴ്ചത് വെച്ചേക്കുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ബേബിച്ചി ഇങ്ങനെ മേടിച്ച് നോക്കിയേക്കുമായിരുന്നു. നമ്മൾ കുറച്ച് നേരം അവിടെ നോക്കി വെക്കുന്നുണ്ട്. അവിടെ കുറച്ച് മ്യൂസിക്കൽ ബാൻഡൊക്കെ ഉണ്ടായിരുന്നു. അവരെന്തോ ഉച്ച കഴിഞ്ഞിട്ട് എന്തോ ആണ് പ്രോഗ്രാം എന്നൊക്കെ നമ്മളോട് പറഞ്ഞേ. അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോസ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബേബിച്ചിക്കാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് ഒന്ന് ഇറങ്ങി ഓടി നടക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ബേബിച്ചി ഇന്നലെ തിരക്കിക്കഴിഞ്ഞാൽ ഡേഞ്ചർ ആകും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇറക്കിയൊന്നുമില്ല. അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായിട്ടോ. എനിക്ക് എങ്ങനെയെങ്കിലും ഈ കാണുന്ന സ്ഥലത്തൊന്നും പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ സമ്മതിക്കില്ല. നമ്മൾ പിന്നെ നേരെ പോയത് ഹൈപ്പറിലേക്കായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ ചെന്ന് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഒരു വൺ ഡിസ്കൗണ്ട് പ്രതീക്ഷിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയത്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഡിസ്കൗണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ട്രീകളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് നേരം അവിടെ നോക്കി നമുക്ക് ആവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പോകുന്നത്. മിന്നൂട്ടിയുടെ മെയിൻ സാധനം സോസേജ് വാങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ നല്ല റേറ്റ്. അങ്ങനെ നമ്മൾ ബില്ലടിക്കാൻ വേണ്ടി പോയിരുന്നപ്പോൾ ബേബിച്ചിക്ക് അവിടെ ഇരുന്ന് കളിക്കണം. കുറച്ചേരം നമ്മൾ അവിടെ ഇരുന്ന് കളിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ ചിക്കിങ്ങിലേക്കാണ് കേട്ടോ വിട്ടത്. ലാസ്റ്റ് ടൈം ചെന്നപ്പോൾ നല്ല റഷായിരുന്നു കേട്ടോ. നമുക്ക് ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടതൊക്കെ വന്നു. ഇത്തവണ ദൈവം സഹായിച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടൊന്നും വന്നില്ല കേട്ടോ. ഞങ്ങളുടെ ഓർഡറിന് വേണ്ടി ഞങ്ങൾ കുറച്ച് നേരം പോസ്റ്റ് ആവേണ്ട വന്നു. ഫൈനലി നമ്മുടെ ഓർഡറൊക്കെ വന്നു. അങ്ങനെ ഞങ്ങൾ നേരെ തന്നെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. അങ്ങനെ ഫുഡടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഗെയിമുകളിൽ കയറണം എന്ന് തോന്നി മിന്നൂട്ടിക്ക് ചെറിയൊരു വാശിയായിട്ടോ. മിന്നൂട്ടി കയറുന്ന സമയത്ത് തന്നെ ബേബിച്ചിക്കും കയറണമെന്നായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ പോയിരുന്നു. ബേബിച്ചിക്കാണെങ്കിൽ അവിടെ നിന്ന് പോരണോന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഗൾഫിലായിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ മാളുകളിൽ പോകുമ്പോൾ ബേബിച്ചിക്ക് എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി ഇരുന്നാൽ മതി. അവിടെ എന്ന് പറയുമ്പോൾ പൊടി കുഞ്ഞുങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ കയറ്റി ഇരുത്തൊന്നുമില്ല. അങ്ങനെ മിന്നൂട്ടിയുടെ കൂടെ ബേബിച്ചി നല്ല രസമായിട്ട് ഇങ്ങനെ കളിച്ച് നടക്കായിരുന്നു കേട്ടോ. മിന്നൂട്ടിയാണെന്നുണ്ടെങ്കിൽ ഓരോന്നും ഇങ്ങനെ ബേബിച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു UK ബസ് കണ്ടെന്നും പറഞ്ഞുകൊണ്ട് മിന്നൂട്ടി പറഞ്ഞു നമുക്ക് UK പോകുമ്പോൾ ഈ ബസ്സിൽ കയറാമെന്ന്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കൂടി അവിടെ ഇരുന്ന് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ പോകുന്ന ടൈമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ഇരുട്ടായി തുടങ്ങിയിട്ടോ. അപ്പോൾ ബേബിച്ചിക്ക് നടക്കാനൊരാഗ്രഹം. ആ ശ്രമം ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലതെന്ന് അമ്മ പറഞ്ഞു. പിന്നെ നമ്മളതങ്ങ് ഉപേക്ഷിച്ചിട്ട് നേരെ പോന്നു. മിന്നൂട്ടിക്ക് ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ ഗിഫ്റ്റൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കയറി. അപ്പോൾ അടുത്ത് തന്നെ ഒരു ടോയ് ഷോപ്പ് കണ്ടായിരുന്നേ. അവിടെ ഈ ബബിൾസൊക്കെ വെച്ച് മിന്നൂട്ടി ഇത്തിരി കളിയൊക്കെ ആയി. എന്നോട് സ്ലോമോ വീഡിയോസൊക്കെ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് സ്ലോമോ വീഡിയോസൊക്കെ എടുക്കും മിന്നൂട്ടിയുടെ. ആ ഒരു ടൈം ആയി കഴിയുമ്പോഴത്തേക്കും ബേബിച്ചി അങ്ങോട്ട് ശരിക്കും മടുപ്പായി തുടങ്ങിയിട്ടുണ്ടാവും. ബേബിച്ചി അങ്ങോട്ട് ചെറുതായിട്ട് അലമ്പാക്കാൻ തുടങ്ങി. മിന്നൂട്ടിക്കാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പോരണമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചു പോരാനുള്ള പരിപാടി നോക്കിയിട്ടോ. കുറച്ചധികം സമയം നിൽക്കണമെന്ന് നമ്മൾ വിചാരിച്ചത്. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം അത് നടന്നില്ല. ഇനി എന്തായാലും മിന്നൂട്ടിയുടെ വെക്കേഷൻ തീരുന്നതിന് മുമ്പ് നമുക്ക് ഒന്നും കൂടി വരാമെന്ന് പറഞ്ഞിട്ടോ നമ്മൾ പോകുന്നത്. ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഒരുവിധം നല്ല ട്രാഫിക് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ. ഇതിങ്ങനെ നിന്ന് കാണാൻ നല്ല രസമാട്ടോ. ഞാനിങ്ങനെ ഓർത്തു ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴേക്ക് എന്ത് രസമല്ലേ, താഴെ നിൽക്കുന്ന ആൾക്കാർക്ക് എന്ത് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ആസ് യൂഷ്വൽ നമ്മൾ നമ്മുടെ മെട്രോയ്ക്ക് വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്തിരുന്നു. ബേബിച്ചിയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ളൊരു കൊച്ചിനെ ഇങ്ങനെ തല്ലുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ മെട്രോയും വന്നു. അങ്ങനെ ഞങ്ങളുടെ യാത്ര അവസാനിച്ചിട്ടോ. തിരിച്ച് പോരുന്ന സമയത്ത് അവിടെ എന്തോ പുൽക്കുടിച്ചിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് എന്തോ ഒരു സാധനം മിന്നു കളഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ.